ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ വീണ്ടും സാമ്പിൾ പരിശോധന നടത്താൻ അനുമതി നൽകി ഹൈക്കോടതി. സാമ്പിളുകൾ മുംബൈയിലെ ബാബ ആറ്റമിക് റിസർച്ച് സെന്ററിലേക്ക് അയക്കാനാണ് നിർദ്ദേശം. കേസ് ഫെബ്രുവരി 19-നാണ് വീണ്ടും പരിഗണിക്കുക. ഹൈക്കോടതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഇടക്കാല റിപ്പോർട്ടും നൽകി. ആർ രാജീവിലേക്ക് പോകുകയാണ്. ആദ്യം രേഷ്മ ബാബുവും ചേരുന്നുണ്ട്. ആദ്യം ആർ രാജീവിലേക്ക്. രാജീവ്, ഇപ്പോൾ ഈ ഇടക്കാല റിപ്പോർട്ട് ഇന്ന് SIT സമർപ്പിക്കുന്ന വേളയിൽ ഇത് അടച്ചിട്ട മുറിയിൽ കോടതി ഈ റിപ്പോർട്ട് പരിശോധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണല്ലോ ഈ സാമ്പിളുകൾ വീണ്ടും പരിശോധനയ്ക്ക് അയക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ചില നിർണായകമായ ഇടപെടൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വീണ്ടും ഉണ്ടാവുകയാണ്. സാമ്പിളുകൾ മുംബൈയിലെ ബാബ ആറ്റമിക് റിസർച്ച് സെന്ററിലേക്ക് പരിശോധനയ്ക്കായി അയക്കാൻ കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഫെബ്രുവരി 19-ന് വീണ്ടും ഇതേ കേസ് ഹൈക്കോടതി പരിഗണിക്കും. പ്രത്യേക അന്വേഷണ സംഘം ഇടക്കാല റിപ്പോർട്ട് ഇന്ന് നൽകിയിരുന്നു. ഒപ്പം കൊടിമര പുനഃപ്രതിഷ്ഠയിലും SIT വിശദമായ അന്വേഷണം നടത്തും എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തുവരികയാണ്. 2 കിലോയിലധികം സ്വർണം കൈമാറിയതിൽ ക്രമക്കേടുണ്ട് എന്നാണ് കണ്ടെത്തൽ. മഹസർ രേഖകളിലടക്കം കൃത്രിമം വരുത്തിയെന്നും SIT ചൂണ്ടിക്കാണിക്കുന്നു. ആർ രാജീവ് ചേരുകയാണ്. രാജീവ്, ഇന്നിപ്പോൾ ഇടക്കാല റിപ്പോർട്ട് SIT സമർപ്പിച്ചിരിക്കുന്നു. ഇതിന് പിന്നാലെയാണല്ലോ ഈ കൊടിമരത്തിന്റെ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വിഷയം കൂടി അന്വേഷിക്കും എന്ന റിപ്പോർട്ടുകൾ ഈ ഘട്ടത്തിൽ വരുന്നു. ഗൗതം, ഏറ്റവും നിർണായകമായ മറ്റൊരു നീക്കം കൂടിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതായത് അന്വേഷണം UDFന്റെ ഭരണകാലത്തേക്ക് കൂടി പോവുകയാണ്. 2017-ലാണ് ഈ കൊടിമരം മാറ്റിസ്ഥാപിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ നടന്നത്. അതുമായി ബന്ധപ്പെട്ട് ക്രമക്കേടുകൾ ഉണ്ടെന്ന് നേരത്തെ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടും അന്വേഷണം വേണമെന്ന ആവശ്യമായിരുന്നു ആ ഘട്ടത്തിൽ ഉയർന്നത്. എന്നാൽ ഇത് പ്രത്യേകം കേസായി രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ SIT തയ്യാറായിരുന്നില്ല. ആ സംഭവത്തിൽ, അതായത് 2017-ലെ UDF ഭരണകാലത്ത് അന്ന് പ്രസിഡന്റായിരുന്നത് പ്രയാർ ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹം അന്തരിച്ചു പോയി. അതിനുശേഷം ഇന്ന് അജയ് തറയിൽ ഉൾപ്പെടെയുള്ളവരാണ് ആ ഭരണസമിതി അംഗങ്ങളായി ഉണ്ടായിരുന്നത്. K. രാഘവൻ, ഇപ്പോഴത്തെ LDF അംഗമായിരുന്ന K. രാഘവൻ ഉൾപ്പെടെ ഭരണസമിതിയിൽ അംഗമായിരുന്നു. ഈ 2 പേരാണ് ഇപ്പോഴുള്ളത്. അതിൽ തന്നെ അന്വേഷണം വേണമെന്ന ആവശ്യം വളരെ ശക്തമായി ഉയർന്നിരുന്നു. എന്നാൽ പ്രത്യേക അന്വേഷണ സംഘം അതുമായി ബന്ധപ്പെട്ട കേസ് പ്രത്യേകം രജിസ്റ്റർ ചെയ്തിരുന്നില്ല. ഇതിലാണ് വീണ്ടും അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പ്രത്യേകം കേസായി രജിസ്റ്റർ ചെയ്യണമെന്ന ആവശ്യം നിലവിൽ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ UDF ഭരണകാലത്തെ ഭരണസമിതിക്കെതിരെയും അന്വേഷണം വരികയാണ്. ആ സമയത്ത് ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി അന്വേഷണം വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല, പ്രത്യേക കേസായി ഇത് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം വേണമെന്ന ഹൈക്കോടതി നിർദ്ദേശമുള്ളതിനാൽ SIT-യിൽ തന്നെ പ്രത്യേക വിഭാഗത്തെ രൂപപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ പ്രത്യേക ഒരു അന്വേഷണ സംഘത്തിന് കൈമാറിക്കൊണ്ടോ ഇതിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുവേണ്ടി വരും. നിലവിലിപ്പോൾ ധാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ടും ഈ കട്ടളപ്പാളികളുമായി ബന്ധപ്പെട്ടുമാണ് അന്വേഷണം SIT നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് അത് കൈമാറുമ്പോൾ ഏത് രീതിയിൽ വേണം എന്നത് സംബന്ധിച്ച് ഒരുപക്ഷെ ഹൈക്കോടതി ഒരു രൂപരേഖ തയ്യാറാക്കി നൽകാനുള്ള സാധ്യതയുണ്ട്. അത് ഏത് തരത്തിലാകണം എന്നത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നിന്ന് കൂടുതൽ ഒരുപക്ഷെ വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ അറിയാൻ കഴിയൂ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണം. ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ വിശദമായ അന്വേഷണം വേണം എന്ന് പറയുമ്പോൾ UDFനെ കൂടി അത് പ്രതിസന്ധിയിലാക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും UDFന്റെ ഭരണകാലത്ത് ഈ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് കൊടിമരം മാറ്റി സ്ഥാപിച്ചു എന്ന വിഷയത്തിലാണ് വീണ്ടും വിശദമായ അന്വേഷണം വരുന്നത്. ഇതിൽ സ്വർണ്ണത്തിൽ ഉൾപ്പെടെ ചില ക്രമക്കേടുകൾ ഉണ്ട് എന്ന് നേരത്തെ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട ചില റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് നിലവിലിപ്പോൾ ഹൈക്കോടതി ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും നേരത്തെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്തിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധത്തെക്കുറിച്ചാണ് ചോദ്യം ചെയ്തതെങ്കിൽ ഇനിയിപ്പോൾ ഈ UDFന്റെ ഭരണകാലത്ത് നടന്ന ഒരു ക്രമക്കേടിനെ കുറിച്ച് കൂടി അന്വേഷണം വരികയാണ്. അത് UDFനെ കൂടുതൽ അത് തന്നെയാണ്. അതായത് ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണല്ലോ ഈ ധ്വജസ്തംഭം അതല്ലെങ്കിൽ കൊടിമരം വീണ്ടും സ്ഥാപിക്കണമെന്ന് സംബന്ധിച്ചൊരു തീരുമാനമെടുക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ കോന്നി വനത്തിൽ നിന്നും തേക്കുമരം വെട്ടിക്കൊണ്ടുവരുന്നു. പിന്നീട് പുതിയ കൊടിമരം അവിടെ പുനഃപ്രതിഷ്ഠ നടത്തുന്നു. അപ്പോൾ ഇതിൽ തന്നെ ദുരൂഹതയുണ്ട്. അതായത് ദേവപ്രശ്നം തന്നെ നടത്തിയത് അനാവശ്യമായിട്ടാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല, ആ സമയത്ത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് പ്രയാർ ഗോപാലകൃഷ്ണനും അംഗമായ അജയ് തറയിലിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കളുമായിരുന്നു. അപ്പോൾ അജയ് തറയിലിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്നതിലേക്കാണ് ഈ കൊടിമര വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോകുന്നത്.
ഗൗതം, തീർച്ചയായും ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് UDF-നെ കൂടി പ്രതിസന്ധിയിലാക്കാനുള്ള തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ LDF മാത്രമല്ല, അല്ലെങ്കിൽ CPM മാത്രമല്ല പ്രതിരോധത്തിലാകുന്നത്, കോൺഗ്രസ് കൂടി പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. പ്രയാർ ഗോപാലകൃഷ്ണൻ അന്തരിച്ചെങ്കിൽ കൂടിയും ആ സമയത്ത് ദേവസ്വം മന്ത്രിക്കുൾപ്പെടെ ഈ വിഷയത്തിൽ പങ്കുണ്ട് എന്ന തരത്തിലേക്കാകും അന്വേഷണം കൊണ്ടുപോകാൻ സാധ്യത. കാരണം ദേവസ്വം മന്ത്രി ഇപ്പോഴത്തെ കടകംപള്ളി സുരേന്ദ്രനെതിരെ അന്വേഷണം വേണമെന്ന ആവശ്യം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യണമെന്ന് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോൺഗ്രസ് ഉന്നയിക്കുമ്പോൾ അന്നത്തെ ദേവസ്വം മന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി ഇടതുപക്ഷവും വളരെ ശക്തമായി ഉന്നയിക്കാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ പറഞ്ഞതാണ് ഈ വിഷയത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നേരത്തെ സോളാർ കേസ് ഒത്തുതീർപ്പാക്കിയ സാഹചര്യം നമുക്കറിയാം. LDF-നൊപ്പം അല്ലെങ്കിൽ UDF-നൊപ്പം LDF കൂടി പ്രതിരോധത്തിലാകുന്ന മറ്റു ചില കേസുകൾ വന്നപ്പോൾ ആ കേസ് ഒത്തുതീർപ്പാക്കി മറ്റേ കേസിൽ നിന്ന് അവരെ രക്ഷിച്ചെടുക്കുകയായിരുന്നു. TP കേസിൽ ഒത്തുതീർപ്പുണ്ടാക്കിയത് ഈ സോളാർ കേസിൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കിക്കൊണ്ടാണെന്ന തരത്തിലുള്ള ചില വിമർശനങ്ങൾ നേരത്തെ തന്നെ ഉയരുകയും അത് വളരെ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. ആ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ LDF-ന് മാത്രമല്ല UDF-ന് കൂടി പങ്കുണ്ട് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. രണ്ട് ഭരണസമിതികളും ചേർന്നാണ് ശബരിമലയിൽ സ്വർണം കവർച്ച ചെയ്തത് എന്ന രീതിയിലേക്ക് SIT-യുടെ അന്വേഷണവും അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ നിരീക്ഷണവും ഒക്കെ വരികയാണ്. അങ്ങനെയെങ്കിൽ ഈ കേസിലെ രേഷ്മ ബാബു കൂടി കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. രേഷ്മ, ഇന്നിപ്പോൾ ഇടക്കാല റിപ്പോർട്ട് SIT സമർപ്പിച്ചിരിക്കുന്നു. VSSC-യിൽ നിന്നുള്ള റിപ്പോർട്ട് കൂടി ഉൾപ്പെടെയാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ ഇതാ ഹൈക്കോടതി ഇപ്പോൾ സാമ്പിളുകൾ വീണ്ടും പരിശോധിക്കുക, അതും ബാബ ആറ്റമിക് റിസർച്ച് സെന്ററിലേക്ക് ഈ സാമ്പിളുകൾ അയക്കുക എന്ന നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കോടതി വ്യക്തമാക്കുന്നത്? ഗൗതം, ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് സാമ്പിളുകൾ അയച്ച് പരിശോധന നടത്താനായിട്ടുള്ള ഒരു അനുമതിയാണ് ഇപ്പോൾ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് SIT സംഘത്തിന് നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ചില നിരീക്ഷണങ്ങളും ചില നിർദ്ദേശങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ കൊടിമരം മാറ്റി സ്ഥാപിച്ചതിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളൊരു നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയതാണ്. അതായത് ഈ കൊടിമരം മാറ്റി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് 27ഓളം പേരിൽ നിന്ന് ഈ സ്വർണ്ണ കൈമാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സ്വർണം കൈമാറിയതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളോ വിവരങ്ങളോ ഒന്നും തന്നെ മഹസറിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഇത് കൃത്രിമത്വമുണ്ട്. അതുമാത്രമല്ല, രേഖകളിൽ ഈ കാര്യങ്ങൾ സ്വർണ്ണ കൈമാറ്റം സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അത് വലിയ രീതിയിലുള്ള ക്രമക്കേടാണെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. മാത്രമല്ല, ഏകദേശം 2.5 കിലോയിലധികം സ്വർണ്ണമാണ് ഇത്തരത്തിൽ കൈമാറിയ വിവരം അത് മഹസറിൽ രേഖപ്പെടുത്താതിരിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള ക്രമക്കേടിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം വേണമെന്നുള്ളതാണ് ഹൈക്കോടതി എടുത്തിട്ടുള്ള നിലപാട്. മറ്റൊന്ന്, ഈ സ്വർണ്ണ സാമ്പിളുകൾ വീണ്ടും ശേഖരിക്കുക എന്നുള്ള ഒരു നിർദ്ദേശം, അതിനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. SIT സംഘം ഹൈക്കോടതി അറിയിച്ചത് VSSC-യിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അന്തിമ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ ചില അവ്യക്തതകളുണ്ട്. കാരണം ഈ 98-ൽ UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞു നൽകിയ പാളികൾ അത് പൂർണ്ണമായിട്ടും കടത്തി പുതിയ പാളികൾ വെച്ച് പിടിപ്പിച്ചു എന്നുള്ളതാണ് നിലവിലെ പ്രാഥമികമായിട്ടുള്ള നിഗമനം. പക്ഷേ ആ നിഗമനത്തിലേക്ക് അത് സാധൂകരിക്കുന്ന ശാസ്ത്രീയമായിട്ടുള്ള റിപ്പോർട്ട് അത് കൃത്യമായിട്ട് എത്താനായിട്ട് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ SIT സംഘം അറിയിച്ചത്. അതുകൊണ്ട് തന്നെ രണ്ടാമതൊരു സാമ്പിൾ ശേഖരിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു റിപ്പോർട്ട്, ശാസ്ത്രീയ പരിശോധനാ ഫലം വേണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് SIT സംഘം ഇന്ന് ഹൈക്കോടതിയിൽ സ്വീകരിച്ച നിലപാട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ രണ്ടാമത് മുംബൈയിലെ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്ററിലേക്ക് സാമ്പിളുകൾ ശേഖരിച്ച് അയക്കാനായിട്ടുള്ള അനുമതി ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. ഇതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ ഇടക്കാല ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വന്ന ശേഷമേ നമുക്ക് വ്യക്തത വരികയുള്ളൂ. മറ്റൊന്ന്, ഈ മുംബൈയിലെ ബാർക്ക് അല്ലെങ്കിൽ ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഗോൾഡ് സാമ്പിളിങ്ങിലും അനാലിസിസിലും പേരുകേട്ട ഒരു സ്ഥാപനം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ഹൈക്കോടതി കാക്കുന്നത്. ഈ VSSC-യിലെ റിപ്പോർട്ടിൽ ചില അവ്യക്തതകൾ ഉള്ളതുകൊണ്ട് തന്നെ അത് കുറ്റപത്രം അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വിചാരണ കാലയളവിലും അതോടൊപ്പം തന്നെ പിന്നീട് കേസിനെയും വലിയ രീതിയിൽ ഇത് ബാധിക്കുമെന്നുള്ളതാണ് SIT സംഘത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത് സാമ്പിളുകൾ ശേഖരിക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഏകദേശം ഫെബ്രുവരി 12 തന്നെ ഈ സാമ്പിളുകൾ വീണ്ടും ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കാനായിട്ടുള്ള ഒരു നീക്കത്തിലേക്കായിരിക്കും SIT സംഘം
കടക്കുക. മറ്റൊന്ന്, ഈ കൊടിമരം മാറ്റി സ്ഥാപിച്ചതിലടക്കം ഈ മഹസർ രേഖകളിൽ കൃത്രിമത്വം ഉണ്ടായി എന്നുള്ള കണ്ടെത്തൽ തന്നെയാണ് SIT സംഘം പറഞ്ഞിട്ടുള്ളത്. മഹസർ രേഖകളിൽ കൃത്യമായിട്ട് ഈ സ്വർണം കൈമാറിയ വിവരങ്ങളോ അല്ലെങ്കിൽ ഇത്ര കിലോ സ്വർണം കിട്ടിയതോ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഒന്നും തന്നെ രേഖപ്പെടുത്തിയിട്ടില്ല. സാധാരണ രീതിയിൽ ഒരു മൊട്ടുസൂചിയാണെങ്കിലും ഈ മഹസറിലടക്കം രേഖപ്പെടുത്തേണ്ടതുണ്ട്, അത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷേ ഈ ശബരിമലയിൽ ഈ കൊടിമരം മാറ്റി സ്ഥാപിച്ച ഘട്ടത്തിൽ ഈ രജിസ്റ്ററിലോ അല്ലെങ്കിൽ മഹസറിലോ കൃത്യമായിട്ട് ഈ സ്വർണ്ണ കൈമാറ്റത്തിന്റെ ആരൊക്കെയാണ് സ്വർണം കൈമാറിയിട്ടുള്ളത് അതിന്റെ വിശദാംശങ്ങളോ രേഖകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇതാണ് ഈ വലിയൊരു ക്രമക്കേടിലേക്ക് നീളുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ് ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത്. പുതിയതായിട്ട് കൊടിമരം സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേകമായിട്ടൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തതായിട്ട് SIT സംഘം ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നുമാണ് പ്രത്യേക സംഘത്തലവൻ ഇന്ന് ഹൈക്കോടതി അറിയിച്ചത്. ദേവസ്വം വിജിലൻസിന്റെ ഉദ്യോഗസ്ഥനും ഇന്ന് നേരിട്ടെത്തി ഹൈക്കോടതിയിൽ ചില കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഫെബ്രുവരി 19-നായിരിക്കും കവർച്ചയുമായി ബന്ധപ്പെട്ട് ഇടക്കാല റിപ്പോർട്ട് SIT സമർപ്പിച്ചിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് സാമ്പിളുകൾ വീണ്ടും മുംബൈയിലെ ബാബ ആറ്റമിക് റിസർച്ച് സെന്ററിലേക്ക് അയച്ച് പരിശോധന നടത്തുക എന്ന ഒരു നിർദ്ദേശം കേരള ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു. ഒപ്പം ശബരിമലയിലെ ധ്വജസ്തംഭത്തിന്റെ കൊടിമരത്തിന്റെ പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി SIT അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. രാജീവും രേഷ്മയുമാണ് വിവരങ്ങൾ നൽകിയത്.